Hello guys, welcome to Cooking Diaries. ഹായ് ഓൾ, വെൽക്കം ബാക്ക്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ ബിരിയാണീൻ്റെ റെസിപ്പിയാണ് കേട്ടോ. സാധാരണ നമ്മൾ ഉണ്ടാക്കുന്നതിന് കുറച്ച് വ്യത്യസ്തമായിട്ടാണ് കേട്ടോ ഇന്നത്തെ ഈ ഒരു ചിക്കൻ ബിരിയാണി ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും മിസ്സാവാണ്ടിരിക്കാനായിട്ട് എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായിട്ട് തന്നെ കണ്ടു നോക്കുക. കണ്ടുകൊണ്ടിരിക്കുമ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കൂടെ തന്നെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്യുക. പിന്നെ നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ നമുക്ക് ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു ചിക്കൻ ബിരിയാണി എങ്ങനെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് നോക്കാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാ ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇൻഗ്രീഡിയൻസൊക്കെ ഓരോന്നായിട്ട് റെഡിയാക്കി എടുക്കണം. അപ്പം ആദ്യം തന്നെ നമുക്ക് ചിക്കൻ ഒന്ന് കട്ട് ചെയ്ത് കഴുകി വൃത്തിയാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്തിട്ടാണ് ബിരിയാണി ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കുകയും വേണം. അപ്പം അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ചിക്കൻ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ ചിക്കനൊക്കെ കട്ട് ചെയ്തെടുത്ത് കഴുകി വൃത്തിയാക്കി എടുത്ത് വെള്ളമൊക്കെ വാർത്തെടുത്തിട്ടുണ്ട്. അപ്പം ഇനി നമുക്കിതൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. പിന്നെ നമുക്കിതിലേക്ക് 2 ടേബിൾ സ്പൂൺ അളവിൽ ലെമൺ ജ്യൂസ് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ലെമൺ ജ്യൂസിന് പകരമായിട്ട് നമുക്ക് വിനാഗിരിയോ അല്ലെങ്കിൽ തൈരോ ഒക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പം 2 ടേബിൾ സ്പൂണ് ലെമൺ ജ്യൂസാണ് ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഇത്രയും ഐറ്റംസ് ചേർത്ത് കൊടുത്തിട്ട് പിന്നെ കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ എല്ലാ ചിക്കൻ പീസിലും മസാലയൊക്കെ ആവുന്ന രീതിയിൽ നന്നായിട്ട് മാരിനേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം ഇനി ഇത് നമുക്ക് അടച്ചു വെച്ചിട്ട് മാറ്റി വെക്കാം. അതൊന്ന് മസാലയൊക്കെ നന്നായിട്ട് പിടിക്കുന്ന സമയം കൊണ്ട് നമുക്കിതിലേക്കുള്ള ബാക്കി ഐറ്റംസൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇതാ ബിരിയാണിക്ക് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസൊക്കെ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ആദ്യം തന്നെ നമുക്ക് ഈ ഓരോ ഇൻഗ്രീഡിയൻസും എത്രത്തോളം അളവ് എടുക്കണം എന്നുള്ളത് നോക്കാം കേട്ടോ. 2 വെളുത്തുള്ളി മുഴുവനായിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ 2 ഇഞ്ച് വലുപ്പത്തിൽ ഇഞ്ചി എടുത്തിട്ടുണ്ട്. 4 സവാള എടുത്തിട്ടുണ്ട്. 3 തക്കാളി എടുത്തിട്ടുണ്ട്. പിന്നെ 10 പച്ചമുളക് എടുത്തിട്ടുണ്ട്. 4 നാരങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ മല്ലിച്ചപ്പും പുതിനയും പിന്നെ നമ്മുടെ ആവശ്യത്തിന് ഒരു പിടി അങ്ങനെ അരിഞ്ഞെടുക്കുക. പിന്നെ 4 കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാ നമ്മുടെ ഐറ്റംസൊക്കെ തൊലിയൊക്കെ കളഞ്ഞ് കേകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പം ഇനി നമുക്കിതൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. അപ്പം മല്ലിച്ചപ്പും പുതിനയും ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുക. പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ ചതച്ചെടുക്കണം. അപ്പോൾ ഒരു 15 അല്ലി വെളുത്തുള്ളിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. പിന്നെ ലെമൺ ജ്യൂസ് റെഡിയാക്കി വെക്കുക. സവാള നൈസായിട്ട് കട്ട് ചെയ്തെടുക്കുക. തക്കാളിയും കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ അതാ നമ്മുടെ ബിരിയാണിക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക് ബിരിയാണി ഉണ്ടാക്കി തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ സവാള ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പം സവാള ഫ്രൈ ചെയ്യുന്നതിന് മുമ്പ് അരി 3-4 പ്രാവശ്യം നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി എടുത്ത് വെള്ളത്തിലിട്ട് വെക്കാം. നമുക്ക് സവാള ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അപ്പം സവാള മുഴുവനായിട്ടും ഫ്രൈ ചെയ്തെടുത്തിട്ടാണ് മസാല റെഡിയാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഈ 4 സവാള മുഴുവനായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ബിരിയാണി ദം ചെയ്തെടുക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു വലിയ പാത്രത്തിൽ തന്നെയാണ് കേട്ടോ മസാല ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ നമുക്ക് സവാള ഫ്രൈ ചെയ്യാനുള്ള ഓയിൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. സൺഫ്ലവർ ഓയിലാണ് ഞാനിവിടെ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. നമ്മൾ സാധാരണ ഏതാണ് ഉപയോഗിക്കുന്നത് വെച്ചാൽ അത് ഒഴിച്ചു കൊടുക്കുക. എണ്ണ നന്നായിട്ട് ചൂടായി വന്നപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരുന്ന സവാളയിൽ നിന്ന് പകുതി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം 2 ഭാഗമായിട്ടാണ് കേട്ടോ ഫ്രൈ ചെയ്തെടുക്കുന്നത്. സവാള ചേർത്ത് കൊടുക്കുന്ന സമയത്ത് കൈകൊണ്ട് ഒന്നിങ്ങനെ സെപ്പറേറ്റ് ചെയ്തിട്ട് അങ്ങനെയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പം ഇനിയിപ്പോൾ അത് ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പം എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. സവാള ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കാൻ മറന്നു പോകരുത് കേട്ടോ. അപ്പോഴാണ് എല്ലാ ഭാഗത്തും ഒരേപോലെ ഫ്രൈ ആയിട്ട് കിട്ടുക. അല്ലെങ്കിൽ ഒരു ഭാഗത്ത് കരിയും. അപ്പം ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ അത് സവാളൻ്റെ കളറൊക്കെ ഒന്ന് മാറി തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഇനിയിപ്പം ഫ്ലെയിം ഒന്ന് കുറച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ അങ്ങോട്ട് കരിയും.
ഇപ്പോൾ ഇതാ സവാള റെഡി ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്കിത് എണ്ണയിൽ നിന്ന് കോരിയിട്ട് ബാക്കിയുള്ളതും കൂടെ ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതാ സവാള മുഴുവനായിട്ട് കോരി മാറ്റിയിട്ടുണ്ട്. പിന്നെ നമുക്ക് ബാക്കിയുള്ളതും കൂടെ അതേപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ആദ്യം വറുത്ത് കോരിയ സവാള ഒന്ന് കൈ കൊണ്ട് തന്നെ ഒന്നിങ്ങനെ പരത്തിയിട്ട് കൊടുത്താൽ പെട്ടെന്ന് തന്നെ ക്രിസ്പി ആയിട്ട് കിട്ടും. അപ്പോൾ നമ്മൾ സവാള ഫ്രൈ ചെയ്ത ആ ഒരു ഓയിൽ തന്നെ ആവശ്യത്തിനുള്ള കിസ്മിസും കാഷ്യൂനട്ടും കൂടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു സമയം കൊണ്ട് നമ്മൾ ആദ്യം മാരിനേറ്റ് ചെയ്ത് വെച്ചിരുന്ന ചിക്കനിലൊക്കെ മസാല നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. അപ്പം ഇനി ഇതും കൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ സവാളയൊക്കെ ഫ്രൈ ചെയ്ത ആ ഒരു ഓയിലിൽ നിന്ന് കുറച്ച് എടുത്ത് മാറ്റുകയാണ് കേട്ടോ. അത്രയും ഓയിൽ നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്യാൻ ആവശ്യമില്ല. അപ്പോൾ ഇതൊന്ന് കുറച്ച് ഓയിൽ മാറ്റിയിട്ട് ഇതിൽ തന്നെ നമ്മൾ ചിക്കൻ മുഴുവനായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. ഇപ്പോൾ ഇതാ ചിക്കന് ഒരു ഭാഗം ഫ്രൈ ആയിട്ടുണ്ട്. പിന്നെ നമുക്ക് മറിച്ചിട്ട് കൊടുത്തിട്ട് മറ്റേ സൈഡും കൂടെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം. ഇപ്പോൾ ഇതാ ചിക്കൻ പീസൊക്കെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പം ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം കേട്ടോ. അപ്പോൾ ഇത്രയും ഫ്രൈ ആയാൽ മതി. ഒരുപാട് ഫ്രൈ ആവേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മളിത് മസാലയിലിട്ടിട്ട് ഒന്നും കൂടെ ഒന്ന് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. ചിക്കൻ പീസ് മുഴുവനായിട്ട് എണ്ണയിൽ നിന്ന് കോരി മാറ്റിയിട്ട് പിന്നെ ഇതിൽ തന്നെയാണ് കേട്ടോ നമ്മൾ മസാല റെഡിയാക്കുന്നത്. ടേസ്റ്റ് ചിക്കൻ ഫ്രൈ ചെയ്ത ഈ ഒരു ഓയിൽ തന്നെ മസാല റെഡിയാക്കുമ്പോൾ മസാല നല്ലൊരു അടിപൊളി ടേസ്റ്റ് തന്നെ ആയിരിക്കും. അപ്പോൾ അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ ക്രഷ് ചെയ്തെടുത്തത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നേരത്തെ പറഞ്ഞല്ലോ 10 പച്ചമുളകും പിന്നെ 15 അല്ലി വെളുത്തുള്ളിയും 2 ഇഞ്ച് വലിപ്പത്തിലുള്ള ഒരു കഷ്ണം ഇഞ്ചിയാണ് എടുത്തിരുന്നത്. അത് 3ഉം കൂടെ ക്രഷ് ചെയ്തെടുത്തത് ഈ ഒരു എണ്ണയിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പം ഇതിൻ്റെ ഒരു റോ ടേസ്റ്റൊക്കെ ഒന്ന് മാറുന്ന വരെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. പച്ചമുളക് നമ്മൾ ഓരോരുത്തരും എടുക്കുന്ന മുളകിൻ്റെ എരിവിൽ വ്യത്യാസം ഉണ്ടാവില്ലേ. അപ്പോൾ മുളക് ഇനിയിപ്പം വേറെ ചതച്ച് വെച്ചിട്ട് അത് എരിവ് നോക്കിയിട്ട് പാകത്തിന് ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. അപ്പോൾ ഇതാ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഒക്കെ മൂത്ത് വന്നിട്ടുണ്ട്. പിന്നെ നമുക്കിതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. തക്കാളിയും കറിവേപ്പിലയും എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് പിന്നെ അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം. തക്കാളി നമുക്ക് നന്നായിട്ടൊന്ന് കുക്കായി കിട്ടണം. അപ്പോൾ അതാ കുറച്ച് സമയമായിട്ടുണ്ട്. അപ്പം തക്കാളിയൊക്കെ എന്തായി എന്നുള്ളതൊന്ന് നോക്കാം കേട്ടോ. അപ്പോൾ അതാ തക്കാളിയൊക്കെ നന്നായിട്ട് കുക്കായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ആ കയ്യിൽ വെച്ചിട്ട് തന്നെ ഒന്നിങ്ങനെ ഇളക്കി കൊടുക്കുമ്പോൾ തക്കാളിയൊക്കെ നന്നായിട്ട് ഉടയുന്നുണ്ട്. അപ്പം പിന്നെ കഷ്ണങ്ങളായിട്ട് കിടക്കുന്നതൊക്കെ ഒന്ന് ഉടച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. തക്കാളിയൊക്കെ നന്നായിട്ട് കുക്കായി വന്നാൽ നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂണ് ബിരിയാണി മസാല ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പം ഈ ഒരു മസാല മാത്രമേ നമ്മൾ ചേർക്കുന്നുള്ളൂ. വേറെ മസാലപ്പൊടികളൊന്നും ചേർക്കണില്ല. പിന്നെ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയൊക്കെ നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്തപ്പം അതിൽ ചേർത്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതാ 1 ടേബിൾ സ്പൂണ് ബിരിയാണി മസാല ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നു. ഗരം മസാല നമ്മൾ 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുത്തിട്ട് ടേസ്റ്റ് കുറവാണ് തോന്നുകയാണെങ്കിൽ 1/2 ടേബിൾ സ്പൂൺ കൂടെയൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് പിന്നെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. അതിൻ്റെ കൂടെ തന്നെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള മല്ലിച്ചപ്പും പുതിനയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഓരോ കൈപ്പിടി വീതം മല്ലിച്ചപ്പും പുതിനയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ മല്ലിച്ചപ്പും പുതിനയും നമ്മൾ കട്ട് ചെയ്തത് കുറച്ച് അവിടെ മാറ്റി വെക്കുന്നുണ്ട്. അപ്പം ദം ചെയ്തെടുക്കുന്ന സമയത്ത് ചേർത്ത് കൊടുക്കാനുള്ളതാണ്. മല്ലിച്ചപ്പും പുതിനയും ചേർത്ത് കൊടുത്ത് ഇനി അതിൻ്റെ കൂടെ തന്നെ 4 ടേബിൾ സ്പൂണ് തൈരും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 4 ടേബിൾ സ്പൂണ് തൈര് ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്തിട്ട് പുളി നോക്കിയിട്ട് കുറവാണെന്നുണ്ടെങ്കിൽ കുറച്ച് ലെമൺ ജ്യൂസും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ.
പുളി കുറവുള്ളപ്പം ലെമൺ ജ്യൂസ് ഒഴിച്ച് കൊടുക്കുന്ന പോലെ തന്നെ ഇനിയിപ്പം പുളി കൂടുതലുള്ള തൈരാണെങ്കിൽ ചിലപ്പം ഇത്രയും ചേർത്ത് കൊടുക്കേണ്ടി വരില്ല. അപ്പം ഒക്കെ നോക്കിയിട്ട് നമ്മൾ എടുക്കുന്ന തൈരിൻ്റെ പുളിക്കനുസരിച്ചിട്ട് നോക്കിയിട്ട് ചെയ്യാം. അപ്പോൾ അതൊക്കെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് പിന്നെ നമുക്കിതിലേക്ക് വറുത്ത് വെച്ചിട്ടുള്ള സവാള ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പം സവാള ചേർത്ത് കൊടുക്കുന്ന സമയത്ത് കൈകൊണ്ട് ഒന്നിങ്ങനെ പൊടിച്ചിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. സവാള മുഴുവനായിട്ട് മസാലയ്ക്ക് ചേർത്ത് കൊടുക്കണില്ല, ഇതിൻ്റെ ഒരു 1/4 ഭാഗമാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ബാക്കിയുള്ള സവാളയും കാഷ്യൂനട്ടും കിസ്മിസും അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇതാ അത്രയും മാറ്റി വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ദം ചെയ്തെടുക്കുന്ന സമയത്ത് ഇട്ട് കൊടുക്കാനുള്ളതാണ്. ഇനിയിപ്പോൾ അതാ നമുക്ക് ഈ മസാല നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ അത് അത്രയും ഐറ്റംസ് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിത് അടച്ച് വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ആ ചിക്കനും മസാലയും എല്ലാം കൂടെ നന്നായിട്ടൊന്ന് കുക്കായി വരണം. ഇപ്പോൾ അതാ ഒരു 5 മിനിറ്റോ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ മസാല എന്തായി എന്നുള്ളത് നമുക്കൊന്ന് തുറന്ന് നോക്കാം കേട്ടോ. അപ്പോൾ അതാ തുറന്ന് നോക്കുന്ന സമയത്ത് മസാല നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. ചിക്കനും മസാലയും എല്ലാം കൂടെ നന്നായിട്ട് വന്നിട്ടുണ്ട്. അപ്പം ഇനിയിപ്പോൾ ഇത് ജസ്റ്റ് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് പിന്നെ നമുക്ക് ഫ്ലെയിം ഓഫാക്കിയിട്ട് ഇത് മാറ്റി വെക്കാം. അപ്പോൾ അത് നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള മസാല റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് റൈസ് റെഡിയാക്കി എടുക്കണം. അപ്പോൾ ഇതാ റൈസ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പാത്രം സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ അളവിൽ നെയ്യ് ചേർത്ത് കൊടുക്കാം. പിന്നെ 2 ടേബിൾ സ്പൂൺ നമ്മൾ ആദ്യം സവാള ഫ്രൈ ചെയ്ത് എടുത്ത് വെച്ചിരുന്ന ആ ഓയിലിൽ നിന്ന് 2 ടേബിൾ സ്പൂണും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ ഒന്ന് ചൂടായി വരുമ്പം അതിലേക്ക് നമുക്കൊരു 5 ഏലക്കായും 5 ഗ്രാമ്പും പിന്നെ 2-3 കഷ്ണം പട്ടയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ചൂടാക്കി എടുക്കുക. സ്പൈസസൊക്കെ നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ പിന്നെ നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പം കെറ്റിലിൽ തിളപ്പിച്ചിട്ട് അങ്ങനെ ഒഴിച്ച് കൊടുക്കാം കേട്ടോ ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ പച്ചവെള്ളമാണെങ്കിൽ പച്ചവെള്ളം ഒഴിച്ച് കൊടുത്താലും മതി. തിളച്ച വെള്ളം ഒഴിച്ച് കൊടുക്കുമ്പം നമുക്ക് പെട്ടെന്ന് തന്നെ റെഡി ആയിട്ട് കിട്ടും. 6 ഗ്ലാസ് വെള്ളം അളന്നെടുത്തിട്ട് കെറ്റിലേക്ക് ഒഴിച്ചിട്ട് തിളപ്പിച്ചെടുത്തതായിരുന്നു. ഈ ഒരു ഗ്ലാസ്സിന് 6 ഗ്ലാസ് വെള്ളമാണ് കേട്ടോ. ഈ ഒരു ഗ്ലാസ്സിന് 4 ഗ്ലാസ് അരിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പം 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം എന്നുള്ളതിലാണ് എടുത്തിട്ടുള്ളത്. പിന്നെ നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂണ് ലെമൺ ജ്യൂസ് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അതിൻ്റെ കൂടെ തന്നെ ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. ഉപ്പ് നമ്മൾ വെള്ളത്തിൽ കുറച്ച് മുന്നിട്ട് ചേർത്ത് കൊടുക്കണം. അപ്പോഴാണ് നമ്മൾ റൈസ് റെഡിയായി വരുമ്പോൾ റൈസിൽ പാകത്തിനുള്ള ഉപ്പുണ്ടാവുക. ഇനിയിപ്പോൾ അതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് അടച്ച് വെച്ചിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ. ഞാൻ മിക്സ് ചെയ്തിട്ട് ഉപ്പ് നോക്കിയ സമയത്ത് ഉപ്പ് കുറച്ച് കുറവുണ്ടായിരുന്നു. അപ്പം കുറച്ചും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെള്ളത്തിൽ ഉപ്പ് കുറച്ച് മുന്നിട്ട് നിൽക്കണം. അപ്പോഴാണ് നമ്മൾ റൈസ് റെഡിയായി വരുമ്പോൾ പാകത്തിനുള്ള ഉപ്പുണ്ടാവുക. അപ്പം ഉപ്പ് പാകത്തിന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് നന്നായിട്ട് 2 മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ അതാ വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള അരി ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതൊരു 30 മിനിറ്റ് അരി 3-4 പ്രാവശ്യം കഴുകി വൃത്തിയാക്കി എടുത്തിട്ട് 30 മിനിറ്റ് സോക്ക് ചെയ്തെടുത്ത അരിയാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നമ്മൾ എടുക്കുന്ന അരി സോക്ക് ചെയ്തെടുക്കേണ്ട അരിയാണെങ്കിൽ സോക്ക് ചെയ്തെടുത്താൽ മതി കേട്ടോ, അല്ലെങ്കിൽ നേരെ ചേർത്ത് കൊടുത്താൽ മതി. അപ്പം ഞാനിപ്പോൾ ഇവിടെ ഉപയോഗിക്കുന്നത് ഇങ്ങനെ കുറച്ച് സമയം ഒന്ന് സോക്ക് ചെയ്തെടുത്താലാണ് നല്ല സോഫ്റ്റായിട്ട് റൈസ് കിട്ടുന്നത്. അപ്പോൾ അതാ അരി മുഴുവനായിട്ട് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കുക. റൈസ് റെഡിയായി വരുന്ന സമയം കൊണ്ട് നമുക്ക് ചെറിയൊരു മിക്സിങ് ബാക്കിയുണ്ട്. അപ്പോൾ അതാ നമ്മൾ ആദ്യം തന്നെ വറുത്തെടുത്ത് വെച്ചിരുന്ന കാഷ്യൂനട്ടും കിസ്മിസും സവാളയും പിന്നെ ബാക്കി വെച്ചിരുന്ന മല്ലിച്ചപ്പും പുതിനയും എല്ലാം കൂടെ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് ചെറിയൊരു ക്യാരറ്റ് ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ട് അതും കൂടെ ചേർത്ത് കൊടുക്കുക. അതിൻ്റെ കൂടെ ഒരു 1/2 ടീസ്പൂൺ അളവിൽ ബിരിയാണി മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് മാറ്റി വെക്കാം. അപ്പോൾ അത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കവിടെ മാറ്റി വെക്കാം. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് നമ്മുടെ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഒരു ചൂടോട് കൂടി തന്നെ ഒരുപാട് മിക്സ് ആക്കണ്ട, റൈസൊക്കെ ഉടയും. അപ്പം ഇനിയിപ്പോൾ നമുക്കിത് ദം ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മസാല എടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള റൈസ് പകുതി ചേർത്ത് കൊടുക്കുക.
പകുതി റൈസ് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് പരത്തിയിട്ട് കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ പിന്നെ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു മിക്സിന്ന് പകുതി എടുത്തിട്ട് ഇട്ട് കൊടുക്കുക. ഇതിൻ്റെ മുകളിലായിട്ട് ബാക്കിയുള്ള ചോറും കൂടെ മുഴുവനായിട്ട് തന്നെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അതും അതേപോലെ തന്നെ ഒന്ന് പരത്തിയിട്ട് കൊടുത്തിട്ട് പിന്നെ നമ്മുടെ ആ ഒരു മിക്സ് ഇതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കുക. പിന്നെ ഈ ഒരു സമയത്ത് നെയ്യ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇപ്പം നമ്മൾ ഊറ്റിയെടുത്തിട്ടൊക്കെ വെക്കുകയാണെങ്കിൽ ഈ ഒരു സമയത്ത് നെയ്യും കൂടെ ചേർത്ത് കൊടുക്കണം. ഞാനിപ്പം നെയ്യൊക്കെ ചേർത്തിട്ട് വറ്റിച്ചെടുത്തിട്ട് അങ്ങനെ ചെയ്തുകൊണ്ട് നെയ്യ് ചേർക്കണില്ല. ഇനിയിപ്പോൾ ഇത് അടച്ച് വെച്ചിട്ട് ഒരു 20 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ടിട്ട് ദം ചെയ്തിട്ട് അപ്പോൾ ഒരു 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ അടിപൊളി ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. തുറക്കുമ്പോൾ നല്ലൊരു മണമൊക്കെയാണ്. അപ്പം ഇനിയിപ്പോൾ നമുക്കിത് മുഴുവനായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പം ഇതിപ്പം വലിയ പാത്രം ആയതുകൊണ്ട് ഇതിലിട്ടിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാൻ പറ്റുന്ന രീതിയിലാണുള്ളത്. അപ്പം റൈസ് മുഴുവനായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇത് മുഴുവനായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം മിക്സ് ചെയ്തെടുത്തിട്ട് പിന്നെ റൈസ് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. അപ്പം മസാലയും ചോറും എല്ലാം കൂടെ ഒരുമിച്ചിട്ട് മിക്സ് ചെയ്തിട്ടില്ല. ഇനിയിപ്പോൾ നമുക്ക് റൈസ് മുഴുവനായിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇനിയിപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ബിരിയാണി ചൂടോട് കൂടി തന്നെ സെർവ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഒരു പാത്രത്തിലേക്ക് മസാല എടുത്തിട്ട് അതിൻ്റെ മുകളിൽ റൈസും ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ബിരിയാണി റെസിപ്പി എല്ലാവരും കണ്ടു എന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പം ഇതുപോലെ സവാളയും ചിക്കനും ഫ്രൈ ചെയ്തിട്ട് ബിരിയാണി ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോട്ടോ. അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നുണ്ട്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം. പിന്നെ കൂടെ തന്നെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഷെയർ ചെയ്യാം. പിന്നെ നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ ഒരു മുകളിലുള്ള ചിക്കൻ പീസ് ഞാൻ മസാലയിൽ ചേർക്കാണ്ട് സെപ്പറേറ്റ് വെച്ചതായിരുന്നു കേട്ടോ. പിന്നെ ബിരിയാണീൻ്റെ കൂടെ നമ്മൾ സൈഡായിട്ട് തൈരും ക്യാരറ്റും സവാളയും എല്ലാം കൂടെ ചേർത്തിട്ടുള്ള ഒരു ഇതാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇതുപോലുള്ള അടിപൊളി റെസിപ്പിയായിട്ട് വീണ്ടും വരാം. താങ്ക്